അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കൂടുതലൊന്നും പറയുന്നില്ല. ഒരല്പകാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നാവും നമ്മുടെ സംഗമത്തെ പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് ഞാൻ നിങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധം നിഷിദ്ധമാക്കിയ ചില മാസങ്ങളിൽ ആദ്യം പറയപ്പെട്ട മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം. അതിൻ്റെ പേര് പോലെ തന്നെ മുഹറം ഹുർമത്തുടേത്, ബഹുമാന്യമുടേത് എന്നുള്ള രീതിയിലും യുദ്ധം നിഷിദ്ധമാണ് എന്ന രീതിയിലും ഒക്കെയും പറയപ്പെടാറുണ്ട്. ഈ മുഹറം മാസത്തിൽ ഏറെ പവിത്രമുള്ള ദിനങ്ങളാണ് 1 മുതൽ 10 വരെയുള്ള ദിനങ്ങൾ. പലപ്പോഴും അശ്റത്തുൽ നജാ അല്ലെങ്കിൽ അൽ അശ്റത്തുൽ മുൻജി എന്നൊക്കെ രക്ഷയുടെ 10 എന്നൊക്കെ അറിയപ്പെടുന്ന പവിത്രമായ 10ന്റെ ആദ്യ ഭാഗത്തിലാണ് ഞാൻ നിങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ അമലുകളൊക്കെയും പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ ഇസ്ലാമിന്റെ രൂപവും രീതിയും അങ്ങനെയാണ്. ചിലതിന് ചില സമയവും, ചിലതിന് ചില സന്ദർഭവും, ചിലതിന് ചില സാഹചര്യവും ഖുർആൻ പരിശുദ്ധമായ ഇസ്ലാം ഒരുക്കി വെക്കുന്നുണ്ട്. അങ്ങനെ വെക്കുമ്പോൾ പരിശുദ്ധമായ ചരിത്രത്തിന്റെ ഈ ലോകത്തിന്റെ സൃഷ്ടിപ്പ് മുതൽക്ക് ഈ പ്രപഞ്ചത്തിൽ വിശിഷ്യമായി നടന്ന എന്തൊക്കെയുണ്ടോ അതിൽ പലതും നടന്നത് പരിശുദ്ധമായ മുഹറം മാസത്തിലെ മുഹറം 10ലാണ് എന്നുള്ളത് ബഹുമാന്യരാകുന്ന പണ്ഡിതന്മാർ പറഞ്ഞു തരുന്ന ഒരു വസ്തുതയാണ്. ഈ ദിവസത്തിൽ നാം പ്രധാനമായും ഉൾക്കൊള്ളിക്കേണ്ട ഒരു ദിക്ർ ആദരവായ പ്രവാചകർ യൂനുസ് നബി അലൈഹിസ്സലാം, നമുക്കറിയാം, മത്സ്യത്തിന്റെ പള്ളയിൽ 40ഓളം ദിവസങ്ങൾ ദുൽഹിജ്ജ 1 മത്സ്യത്തിന്റെ കടലിലേക്ക് പോയ യൂനുസ് നബി അലൈഹിസ്സലാം ആ മത്സ്യത്തിന്റെ വയറിൽ നിന്ന് രക്ഷപ്പെടുന്നത് മുഹറം 10നാണ്. അതായത് വിശിഷ്യമായി നടക്കുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെയും പ്രധാനമായി കാണുന്ന ഒരു മാസമാണ് മുഹറം. അതിൽ ഏറെ പ്രധാനപ്പെട്ട ആദ്യ ദിവസങ്ങളാണ് മുഹറം 1 മുതൽ 10. അതിലും പ്രധാനപ്പെട്ട ദിവസമാണ് മുഹറം 10 എന്നുള്ളത്. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കലിമത്തുൻ, ഒരു വചനമുണ്ട് കേട്ടോ, ഇന്ദി, എൻ്റെ അടുക്കൽ ഒരു വചനമുണ്ട്, മാ മിൻ മക്റൂബിൻ യഖൂലുഹാ ഇല്ലാ ഫറജല്ലാഹു അൻഹു, ഒരു മനുഷ്യനെങ്ങാനും അവന്റെ പ്രശ്നങ്ങളും അവന്റെ ദുരിതങ്ങളും അവന്റെ ദുരന്തങ്ങളും അവന്റെ വേദനകളും മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാകണമെന്ന രീതിയിൽ ഒരു മനുഷ്യനെങ്ങാനും ഈ പറയുന്ന കലിമത്തെങ്ങാനും പറഞ്ഞാൽ ആ മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ. എന്നിട്ട് പറയുന്നു, കലിമത്തു അഖീ, അത് കേവലം ഒരു വാക്യമല്ല കേട്ടോ. കലിമത്തു അഖീ യൂനുസ്, നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാം, ആ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ കലിമത്താണ്. മിൻ ബത്നിൽ ഹൂത്, മത്സ്യത്തിന്റെ പള്ളയിൽ നിന്ന് നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാം ഉരുവിട്ടിരുന്ന വാക്കാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ വാക്ക് ഏതാണ്? ആ വാക്ക് പരിശുദ്ധമായ മുഅ്മിനീങ്ങളെ, ഈ പവിത്രമായ മുഹറമിന്റെ മാസത്തിൽ നാം പ്രധാനമായും പറയേണ്ട ഈ വചനമാണ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, പരിശുദ്ധമായ ഈ ദിക്ർ കൃത്യമായി നാം ഈ മുഹറം മാസത്തിന്റെ എല്ലാ ദിവസത്തിലും പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നാം പറയാൻ കൃത്യമായി ശ്രമിക്കേണ്ടതാണ്.
ഈ അതായത് അശറത്തുൻ നജാ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെയും കൃത്യമായി പരിഹാരം ലഭിക്കുന്ന പവിത്രമായ പത്തിലാണ്, അതിന്റെ മാസത്തിലാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഞാൻ നിങ്ങളും ഉള്ളത്. അതുകൊണ്ട് യൂനുസ് നബി അലൈഹി പലതരത്തിലുള്ള മുസ്ലിം സമുദായത്തിന് വിജയം ലഭിച്ചതും കൂടിയായ മാസമാണ്, ദിവസമാണ് പരിശുദ്ധമായ മുഹറം 10 ദിവസം എന്നുള്ളത്. അതേപോലെ തന്നെ ആ ദിവസത്തിൽ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് ഉണ്ട്. ഖാല സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. മൻ വസ്സഅ അലാ നഫ്സിഹി വ അഹ്ലിഹി യൗമ ആശുറ. വല്ലാത്ത വിഷയമാണ്. മൻ വസ്സഅ അലാ നഫ്സി, സ്വയം തന്റെ ശരീരത്തിന് വേണ്ടി പരിശുദ്ധമായ, അതേപോലെ തന്നെ അഹ്ലിഹി, അവന്റെ ഇയാലിന് വേണ്ടി പരിശുദ്ധമായ ആശുറ ദിവസത്തിൽ ആരെങ്കിലും ചെലവഴിച്ചാൽ, ഭക്ഷണം കൊടുത്താൽ, അതേപോലെ തന്നെ അവനെ കൊണ്ട് ലഭ്യമാകുന്ന രീതിയിൽ എന്തൊക്കെയോ അതൊക്കെയും വളരെ ഉഷാറായി ആഘോഷിച്ചാൽ മറ്റു വർഷത്തിലൊക്കെയും പടച്ചറപ്പ് അവനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കും. അവന്റെ റിസ്കാകട്ടെ എന്തിലും എല്ലാത്തിലും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ജാബിർ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം. അതായത് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുസ്ലിം ഉമ്മത്തിന്റെ വിജയം ലഭിച്ച മാസമാണ്, ദിവസമാണ് ആശുറ ദിവസം. അതേപോലെ തന്നെ അതിന് നന്ദിയായി നാം നോമ്പെടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഒരു പെരുന്നാൾ പോലെ തന്നെ മുസ്ലിം ഉമ്മത്തിന്റെ വിജയം ലഭിച്ച സന്തോഷത്തിന്റെ ദിനവും കൂടിയാണ് ആശുറ ദിനം. എല്ലാ നബിമാർക്കും വിജയം ലഭിച്ച ഏറ്റവും വലിയ ദിനവും കൂടിയാണ് ആശുറ ദിനം എന്ന് വെക്കുമ്പോൾ ആ ദിനം പെരുന്നാളിനോടും തുല്യമായി ദിനത്തോടുമായി ബന്ധപ്പെട്ട് വീട്ടുകാർക്ക് സുഭക്ഷിതമായ ഭക്ഷണത്തോടുകൂടെ എല്ലാം വീട്ടുകാർക്ക് നല്ല രീതിയിൽ വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെയായി വീട്ടുകാർ തന്റെ വീട്ടിലുള്ള കുടുംബക്കാർ ആ ദിവസം ചെയ്താൽ, അതേപോലെ തന്നെ മറ്റെല്ലാ വിഷയങ്ങളും സ്വതന്ത്രയായാലും അതൊക്കെയും ആ ദിവസം ചെയ്താൽ ആ വർഷങ്ങളിലൊക്കെയും അല്ലാഹുവിന്റെ വിശാലത നമുക്കുണ്ടാകുമെന്ന് മഹാനായ ജാബിർ ബിൻ റളിയല്ലാഹു അൻഹു തൊട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി കാണാം. അതുകൊണ്ട് പരിശുദ്ധമായ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, സൗമു ആശുറ കഫാറത്തു സന. അതായത് ആശുറ ദിവസത്തിന്റെ നോമ്പ് എന്നുള്ളത്, ആ ദിവസത്തെ നോമ്പ് ഒരു വർഷത്തെ പാപം പൊറുക്കാനുള്ള വഴിയാണ് എന്നുള്ളതാണ് നാം ആലോചിക്കേണ്ടതാണ്. ഒരു ദിവസം നാം അന്ന് നോമ്പ് ചെയ്താൽ, ആശുറ ദിവസത്തിൽ നോമ്പ് മുഹറം 10 വരുന്ന ബുധനും ചൊവ്വയും 10മാണ് 9-10, ചൊവ്വയും ബുധനുമാണ് 9-10 ഉള്ളത്. അതുകൊണ്ട് ആ ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിച്ചാൽ വലിയ പുണ്യമാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരാൾ ആശുറ ദിവസം നോമ്പെടുത്താൽ കതബല്ലാഹു ലഹു ഇബാദത 60 സന. അതേപോലെ തന്നെ സിയാമ അയ്യാമിക വഖിയാമ ലയാലിക വകഅന്നമ ഹജ്ജ വഅതമറ 70 മറ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, ഒരു മനുഷ്യനെങ്ങാനും ഈ പരിശുദ്ധമായ മുഹറം മാസത്തിലെ ആശുറ ദിവസത്തിലെ നോമ്പ് അനുഷ്ഠിച്ചാൽ കതബല്ലാഹു ലഹു ഇബാദത 60 സന, 60 വർഷത്തെ ഇബാദത്തിന്റെ പ്രതിഫലം മനുഷ്യന് ലഭിക്കുമത്രേ. 60 വർഷം ഇബാദത്ത് ലഭിച്ചതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ആയുസ് 60-70 ആയിരിക്കാം. നമ്മുടെ മുൻകഴിഞ്ഞ സമൂഹങ്ങളൊക്കെയും നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹമൊക്കെ 950ഓളം ഒക്കെ വർഷങ്ങൾ ആയുസ് ലഭിച്ചവരാണ്. നമുക്കതിന് ലഭിച്ചില്ല എന്നുള്ള ഇബാദത്തുകൾ ചെയ്യുന്നവർക്ക് ആ വേദനയുണ്ടായേക്കാം. അതിനുള്ളതൊക്കെ പരിഹാരം ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള അമലുകൾ ചെയ്തിട്ടാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, ഇബാദത്ത് 60 സന, 60 വർഷം ഇബാദത്ത് ചെയ്തതിന്റെ പ്രതിഫലം അവസാനിക്കുന്നില്ല. സിയാമ അയ്യാമിക, 60 വർഷത്തെ ഇബാദത്ത് ചെയ്യുമ്പോൾ അതിന്റെ പകലിൽ നോമ്പ് നോക്കിയതിന്റെയും പ്രതിഫലം എന്ന് മാത്രമല്ല, വഖിയാമ ലയാലിക, ആ നോമ്പ് നോക്കി എന്നിട്ട് വരുന്ന രാത്രിയിൽ മുഴുവനും ഇബാദത്ത് ചെയ്ത് നിന്ന് നിസ്കരിച്ച അത്രമേൽ പ്രതിഫലം ലഭിക്കുന്ന ഒരു ദിവസവും കൂടിയാണ് ആ ദിവസത്തെ നോമ്പിന്റെ പ്രതിഫലമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ.
അവസാനിക്കുന്നില്ല. ഫകഅന്നമാ ഹജ്ജ വഅതമറ 70 മറ. സുബ്ഹാനല്ലാഹ്, 70 ഹജ്ജും ഉംറയും ചെയ്തതിന്റെ പ്രതിഫലം കരസ്ഥമാക്കാനുള്ള ഒരു വഴിയും കൂടിയാണ് പരിശുദ്ധമായ മുഹറം മാസത്തിലെ ആശുറ ദിവസത്തെ നോമ്പ് എന്ന് അതേപോലെ തന്നെ ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുമ്പോൾ മുഅ്മിനീങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാം വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. എല്ലാവരും പരമാവധി നമ്മുടെ മുൻഗാമികളാകുന്ന ആളുകളൊക്കെ മുഹറം 1 മുതൽ 10 വരെ പല നേർച്ചകളുമായി നോമ്പ് വെച്ചിരുന്നു. കാരണം ഈ മാസം എന്നുള്ളത്, ദിവസം എന്നുള്ളത് യൗമുൻ നജാ, രക്ഷയുടെ ദിവസമായതുകൊണ്ട് ഓരോ ദിവസത്തിലും അവരുടെ ഓരോ ഉദ്ദേശങ്ങൾ വെച്ച് അവർ നോമ്പ് നേർച്ച ചെയ്തു. അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു. ഏതായാലും പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ ആശുറ ദിവസത്തിൽ എല്ലാവരും നോമ്പ് നോക്കുക. അതേപോലെ തന്നെ എനിക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്ന് ഇങ്ങനെ നോമ്പ് നോക്കുമ്പോൾ ജൂതന്മാരും ഒക്കെ നോമ്പ് നോക്കുന്നുണ്ട്. ആ ഒരു അവസരത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഇൻഷാ അല്ലാഹ് പറ്റുമെങ്കിൽ അടുത്ത വർഷം ഉണ്ടാകുമെങ്കിൽ ഞാൻ ഇൻഷാ അല്ലാഹ് 9 കൂടി നോമ്പ് നോക്കുമെന്ന് പറയുന്നുണ്ട്. ആ പ്രവാചകന്റെ വാക്കിൽ തന്നെയുണ്ട് വരുന്ന വർഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ 9-നും 10-നും പ്രത്യേകമായ സുന്നത്തുള്ള വിഷയമാണ്, നോമ്പാണ്. അതുകൊണ്ട് പറ്റുന്നവരൊക്കെയും നോമ്പ് നോക്കുക. ഏതുവരെ എന്ന് വെച്ചാൽ ഉറുമ്പുകൾ വരെ നോമ്പ് നോക്കുന്ന ഒരു ദിവസമാണ് ആശുറ ദിവസത്തിൽ. ആശുറ അന്നയൗമ ആശുറ തസൂമുഹു നംല എന്ന് ഇമാമിങ്ങൾ വരെ പണ്ഡിതന്മാരെ വരെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ കാണുക. അല്ലാഹു നമ്മിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവിധ വിഷയങ്ങളെയും അല്ലാഹു, നമ്മുടെ എല്ലാവിധ ആഗ്രഹങ്ങളെയും അല്ലാഹു സഫലീകരിച്ചു തരുമാറാകട്ടെ.